ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹേ ഇറ്റ്സ് സെൽഫ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നില്ല, കൂടുതലൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഭയങ്കര ജോസൂലാണ് വന്നത്. നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മളൊരു അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, കാരണം അവരെ വിളിച്ച് നമ്മൾ ആ ഷോപ്പിലോട്ട് കയറ്റി. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉസ്ബെക്കിൻ്റെ. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജോസിന് മെയിൻ ആ കൂടാരത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവിടെ അടി ഫുള്ളും നമുക്ക് ഈ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, ചിക്കൻ, ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ള് നമുക്ക് സ്വീറ്റ്സ്, നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നട്ട്സാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് മക്കാഡോമയും ബദാമും ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല വിശപ്പായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ നമ്മൾ സാമ്പിയിലോട്ട് വന്ന്. അവിടുന്ന് ഞാനും ആഫിയാണ് വന്നത്. എൻ്റെ പാത്തും ഒക്കെ വന്നായിരുന്നു. പാത്തും എന്തെങ്കിലും വേറെ വഴി പോയി വേറെ സാധനം മേടിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഒരു ട്രോപ്പിക്കാനോ മേടിച്ച് ലവാഷ് മേടിച്ച്. നല്ല വലിയ ലവാഷായിരുന്നു. ഞങ്ങൾക്ക് ഒരെണ്ണം ഫുൾ തിന്നു തീർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലുതായിരുന്നു. നമ്മൾ ബാക്കി പോയി വീട്ടിൽ കൊണ്ടുവന്നു. മീൻസ് ഹോസ്റ്റലിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്, അവിടെ കൊണ്ടുവന്നു. അതിന് നമ്മളിതാണ് മക്കാഡോമ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒരു കീ ഒക്കെ ഉണ്ട് തുറക്കാനുള്ള. അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അതൊക്കെ പോയി ഞങ്ങൾ വെച്ചു. നമുക്ക് ആ കീ ഇല്ലെങ്കിൽ തുറക്കാൻ പറ്റത്തില്ല. തുറക്കാം, നമുക്ക് നൈഫോ എന്തെങ്കിലും ഒക്കെ തുറക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഹോസ്റ്റലിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഹോസ്റ്റലിൻ്റെ ബാക്ക് ഫുള്ള് ആപ്പിൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുറേ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മാതളം ഇങ്ങനെ കിളിച്ച് വരുന്നേ. പിന്നെ മുന്തിരി ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആപ്പിളൊക്കെ ഇങ്ങനെ പിച്ച് തിന്നാറുണ്ട് ചുമ്മാ ഇങ്ങനെ നടക്കും. ഇപ്പോൾ നല്ല വെയിലാണ് ഈ ടൈമിൽ. പിന്നെ അതേ കണക്ക് തന്നെ വെയിലടിച്ച് കുറേ ആപ്പിളൊക്കെ ഇങ്ങനെ വേസ്റ്റായിട്ട് ഇങ്ങനെ തറയിൽ കിടക്കുവാണ്, ആരും പിച്ചാതെയൊക്കെ. നമ്മളാണ് വല്ലപ്പോഴും പോയി ഇച്ചിരിയൊക്കെ പിച്ച് കഴിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, നാട്ടിൽ പോകുന്നത് വരെ. കണ്ടു, ഇവിടെ ഫുൾ ഇങ്ങനെ ആപ്പിൾ കിടക്കുവാണ്. അപ്പോൾ ഇത് മാതളമാണ്. മാതളം കണ്ടോ, പിടിച്ച് വരുന്നതേ ഉള്ളൂ, വലുതായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുൾ ഗ്രേപ്സ് ആണ്, പക്ഷെ അതൊന്നും ആയിട്ടില്ല, എല്ലാം പിഞ്ചാണ്, വളർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നും കഴിച്ചില്ല. ആപ്പിൾ എപ്പോഴും നമ്മൾ കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ വിശേഷവും നമ്മുടെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.